ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആറാമത്തെ എക്സസൈസാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ളതൊക്കെ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആളുകളൊക്കെ പോയി കാണുക. അപ്പോൾ എന്താണ് ഇവിടെ ഇഫ് എക്സ് ആൻഡ് വൈ ആർ കണക്റ്റഡ് പാരാമെട്രിക്കലി ബൈ ഇക്വേഷൻസ് ഗിവൺ ഇൻ എക്സസൈസ് 1 to 10 വിത്തൗട്ട് എലിമിനേറ്റിംഗ് ദ പാരാമീറ്റർ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ എക്സും വൈയും പാരാമെട്രിക്കലി കണക്റ്റഡ് ആണെങ്കിൽ ഈ എന്താ പറയുക തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ ടി എന്ന് പറയുന്ന വേരിയബിളിന് അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്ററിനെ എലിമിനേറ്റ് ചെയ്യാതെ ഡെറിവേറ്റീവ് കാണാൻ. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ചാണ്. ഇപ്പോൾ വൈയിലുണ്ടാവുന്ന വൈക്ക് എത്രമാത്രം ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട്, എക്സിലുള്ള ഡെൽറ്റ ചേഞ്ച് കൊണ്ട് വൈക്ക് എത്രമാത്രം ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ള റേഷ്യോ ആണ് എന്ത് ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിനെ ഇംപ്ലിസിറ്റ് റിലേഷൻ അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് റിലേഷൻസ് ഉള്ളതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത് കഴിഞ്ഞു. അതായത് എക്സ്പ്ലിസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, y മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ എക്സ്പ്ലിസിറ്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള y എന്ന് പറയുന്നത്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല, എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ എക്സിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്ത് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്, എക്സ് എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ എക്സും വൈക്കും എന്തായിരിക്കും, റിലേറ്റഡ് ആയിരിക്കും ഒരേ ഫംഗ്ഷനിൽ തന്നെ. അത്തരം റിലേഷൻസിനെ എന്താണ് ഇംപ്ലിസിറ്റ് റിലേഷൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനത്തെ അല്ലാത്തൊരു കേസ്, അതായത് എക്സും വൈയും എന്താണ് ഒരു തേർഡ് വേരിയബിളുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ എക്സ് ഈക്വൽ ടു 280² വൈ ഈക്വൽ ടു 280⁴ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തു നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ടി ഈസ് ഈക്വൽ ടു എന്താണ് എന്താ വരിക, x/2a എന്ന് വരാം. അതുപോലെ തന്നെ ടി ഈക്വൽ ടു നമുക്ക് √(x/2a) എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എന്തെഴുതാം, y എന്നുള്ളതിന് നമുക്ക് ടി ഈസ് ഈക്വൽ ടു y/a എന്താണ് (4√y/a) എന്ന് എഴുതാം. എന്നിട്ട് എന്താണ്, എക്സിനും വൈനും എന്താണ് നമുക്ക് ടി ഈസ് ഈക്വൽ ടു എന്നല്ലേ രണ്ട് ഇക്വേഷനും വരുന്നത്. അപ്പോൾ അതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, അപ്പോൾ നമുക്ക് ടി ഇല്ലാത്ത, അതായത് ടീനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ടീനെ എലിമിനേറ്റ് ചെയ്യാതെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ്, എക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടി, അതായത് ടി എന്ന് പറയുന്ന വേരിയബിളിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എക്സിന് എന്തോരം ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതും, അതേപോലെ തന്നെ ടി എന്ന് പറയുന്ന വേരിയബിളിനുള്ള ചേഞ്ച് അതായത് വൈയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടി അതും കണ്ടിട്ട് എന്താണ് അവരുടെ റേഷ്യോ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. സിമ്പിളാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്, എക്സ് ഈക്വൽ ടു 280² വൈ ഈസ് ഈക്വൽ ടു എത്രയാണ് 80⁴ എന്നാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 280², വൈ ഇസ് ഈക്വൽ ടു 80⁴. നമ്മൾ ആദ്യം എന്ത് കാണണം, ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് വരും, 480 എന്ന് വരും. അതുപോലെ തന്നെ ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, 4at³ എന്ന് വരും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി, ഡി വൈ ബൈ ഡി ടി ആണ് കേട്ടോ, സോറി. ഇനി ഇതിനകത്ത് നിന്ന് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഡി വൈ ബൈ ഡി ടി
ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്നെഴുതാം. ഇവരുടെ റേഷ്യോ കണ്ടാൽ മതി, നമുക്ക് എന്ത് കിട്ടും? ഈ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അപ്പോൾ എന്താണ് ഡി വൈ ബൈ ഡി ടി എന്താണ്? 4a t³ ആണ്. ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്താണ്? 4at ആണ്. അപ്പോൾ 4 പോയി എ പോയി. ഇനി എന്താണ്? t³ ബൈ ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? t². അപ്പോൾ = t². അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എക്സും വൈയും എന്താണ്? ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആയിട്ടാണ്, അതായത് ആ ഒരു പാരാമീറ്ററുമായിട്ട് റിലേറ്റഡ് ആണ്. ടിക്കുള്ള ചേഞ്ച് അനുസരിച്ചാണ് എക്സും വൈയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തന്നിട്ടുള്ള ഫങ്ഷൻസിനെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്. നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു ഗ്രാഫിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ x = a cos θ and y = b cos θ. അപ്പോൾ നമുക്ക് dy ബൈ ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. = നമുക്ക് എങ്ങനെ എഴുതാം? dy ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് എഴുതി വെക്കാം. y = ഗിവൺ എന്താണ്? a cos θ ആൻഡ് x = a cos b cos θ. അപ്പോൾ dy ബൈ ഡി തീറ്റ - a cos അല്ല sin തീറ്റ. പിന്നെ ഇവിടെ എന്ത് വരും? ഡി എക്സ് ബൈ ഡി തീറ്റ എന്തെന്ന് വരും? -b sin തീറ്റ എന്ന് വരും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ a sin തീറ്റ -a sin തീറ്റ ഡിവൈഡഡ് ബൈ -b sin തീറ്റ എന്ത് വരും? sin തീറ്റ ക്യാൻസൽ ആവും, മൈനസ് ക്യാൻസൽ ആവും. എന്ത് വരും? a ബൈ b എന്ന് വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? x = sin t ആൻഡ് y = cos 2t ആണ്. അപ്പോൾ നമുക്ക് എന്താണ് എക്സും വൈയും എന്താണ് തന്നിട്ടുള്ളത്? ടിയിലാണല്ലേ തന്നിട്ടുള്ള ഫംഗ്ഷൻ. നമുക്ക് എന്താണ് ഇവിടെ ടി മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റിലേഷനൊക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലാ ഒരു ക്വസ്റ്റ്യനിലും വരുന്നത്. ഇപ്പോൾ y = എന്തായിരുന്നു? sin t ആണ്. ആൻഡ് x = cos 2t ആണ്. അപ്പോൾ dy ബൈ ഡി ടി cos t ആണ്. dx ബൈ ഡി ടി മൈനസ് എന്താണ്? കോസിൻ്റെ സൈൻ 2t ഇൻറ്റു ഒരു 2 കൂടി വരും. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? കോസ് ടി ഡിവൈഡഡ് ബൈ -2 sin 2t എന്ന് വരും. നമുക്കെന്താണ്? കോസ് ടി ഡിവൈഡഡ് ബൈ -2 ഈ സൈൻ 2θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ 2 sin θ cos θ എന്ന് എഴുതാം. അപ്പോൾ sin t cos t എന്ന് എഴുതാം. അപ്പോൾ ഈ കോസും വെട്ടിപ്പോയി. അപ്പോൾ = 1 ഡിവൈഡഡ് ബൈ, അതായത് ബാലൻസ് ഇനി ആരാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ന്യൂമറേറ്ററിൽ 1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഇവിടെ -4 ഉണ്ട്, പിന്നെ ഒരു sin t ഉണ്ട്. അപ്പോൾ 1 ബൈ sin t വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? cosec t എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? -cosec t ബൈ 4 എന്ന് വരും. അപ്പോൾ നമുക്കെന്താണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്? x = 4t ആണ്, y = 4/t ആണ്. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് ഇനി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ടിയിൽ തന്നെയാണ് രണ്ട്, അതായത് ഇവിടുത്തെ പാരാമീറ്റർ ടി ആണ്. y = 4/t ആണ്, x = 4 × t ആണ്.
അപ്പോൾ നമ്മുടെ dy/dt എന്ത് വരും? നമുക്ക് 4 അങ്ങനെ തന്നെ എടുത്തെഴുതാം, കോൺസ്റ്റൻ്റ് ആണല്ലോ. ഈ 1/t എന്ന് പറഞ്ഞാൽ -1/t² എന്ന് വരും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ dx/dt എടുക്കുമ്പോൾ 4 ഒരു കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -4/t² / 4 ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 മേലേക്ക് വരും. അപ്പോൾ എന്താണ്? 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം, = -1/t² ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 5ാമത്തെ ചോദ്യം. x = cos θ - cos 2θ, y = sin θ - sin 2θ എന്നാണ്. നോക്കാം ഇതെങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പാരാമീറ്റർ തീറ്റയാണ്. എക്സും വൈയും ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ്. സോ y = cos θ - cos 2θ അല്ലേ? നോക്കാം. സോറി, എക്സ് ആണ് കോസ്, വൈ സൈനിലാണ്. സൈൻ തീറ്റ - സൈൻ 2θ. അപ്പോൾ നമ്മൾ dy/dθ കാണുമ്പോൾ എന്ത് വരും? dy/dθ = cos θ - 2 സൈൻ മീൻസ് സൈൻ അല്ല, ഇവിടെ ആരാ വരിക? cos 2θ എന്ന് വരും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ dx മീൻസ് dx അല്ല, x = എന്താണ്? x = cos θ - സൈൻ അല്ല, cos 2θ ആണ്, cos 2θ. അപ്പോൾ dx/dθ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? -sin θ + 2 sin 2θ എന്ന് വരും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? cos θ - 2 cos 2θ ആരാ വരിക? -sin θ + 2 sin 2θ എന്ന് വരും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് x = a × θ - sin θ, y = a × 1 + cos θ എന്നാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ മാറ്റി എഴുതേണ്ട ആവശ്യമില്ല, തീറ്റ തന്നെയാണ് പാരാമീറ്റർ. അപ്പോൾ y = എന്താണ്? a 1 + ആരാണ്? cos θ എന്നാണ്, cos θ എന്നാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താണ്? a × അതായത് a + a cos θ ആണ്. അപ്പോൾ എയുടെ ഡെറിവേറ്റീവ് 0 ആണ്. dy/dxൻ്റെ dy/dθയുടെ കാര്യമാണ് പറയുന്നത്. മീൻസ് പ്ലസ് എന്ത് വരും? ഇവിടെ a cos θ. അപ്പോൾ a അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. cos θ എന്ന് പറഞ്ഞാൽ -sin θ ആണ്. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് എന്താണ്? x = എന്താണ്? a × θ - ആരാണ്? sin θ ആണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ a θ - a sin θ എന്നാണ്. അപ്പോൾ dx/dθ = a θ എന്ന് പറയുമ്പോൾ a × തീറ്റയുടെ ഡെറിവേറ്റീവ് 1 - a × sin തീറ്റയുടെ ഡെറിവേറ്റീവ് cos θ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? -a sin θ / ഞാനൊക്കെ ഈ a പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 1 - cos θ എന്ന് വരും. അപ്പോൾ എന്താ വരും? a പുറത്ത് എഴുതി 1 - cos θ എന്ന് എഴുതി. അപ്പോൾ ഇത് കൂടി വെട്ടിപ്പോയി. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 - cos θ നമുക്ക് എങ്ങനെ എഴുതാം? 2 sin² θ/2 എന്ന് എഴുതാം. അതേപോലെ തന്നെ ഈ സാധനം എന്തൊട്ടാണ്? sin θ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മളെടുത്ത പോലെ sin 2x ആണെങ്കിൽ എന്താണ്? അതിനെ 2 sin x cos x എന്ന് എഴുതാം. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? -2 × sin θ/2 × cos θ/2 എന്ന് എഴുതാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ sin θ/2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ sin² θ/2 ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയറും ഈ sin θ/2 നമ്മൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? നമുക്ക് cos θ/2
ഡിവൈഡ് ബൈ സൈൻ തീറ്റ ബൈ 2 ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ എന്താണ് 2 എടുക്കുന്നുണ്ട്, ഈ 2 എടുക്കുന്നുണ്ട്. അപ്പോൾ കോസ് തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ സൈൻ തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, കോട്ട് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ മൈനസ് കോട്ട് തീറ്റ ബൈ 2 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, എക്സ് ഈക്വൽ ടു സൈൻ ക്യൂബ് ടി ഡിവൈഡ് ബൈ കോസ് 2t റൂട്ട് ഓഫ് കോസ് 2t വൈ ഈക്വൽ ടു കോസ് ക്യൂബ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് 2t എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് കാണണം. എന്താണ് y is equal to cos cube t divided by root of cos 2t, then x equal to sin cube t divided by എന്താണ് root of cos 2t അല്ലേ. നോക്കാം, നമുക്ക് എന്താണ് ആദ്യം dy by dt കാണാം. അപ്പോൾ ഇതെന്താണ് ക്വോഷ്യന്റ് റൂൾ യൂസ് ചെയ്യാം ഇവിടെ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു കോസ് 2t ഇൻറ്റു കോസ് 2t ഇൻറ്റു ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ്. ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 ഇൻറ്റു കോസ് സ്ക്വയർ ടി, പിന്നെ കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, മൈനസ് സൈൻ ടി എന്ന് വരും. മൈനസ് പിന്നെന്താണ്, ഇനി ഈ സാധനം അതായത് കോസ് ക്യൂബ് ടി അങ്ങനെ തന്നെ എഴുതുക, ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇതാരാണ്, കോസ് 2t ടു ദ പവർ 1/2 ആണ്. അപ്പോൾ അവിടെ എന്താ വരിക, വൺ ബൈ ടു ഇൻറ്റു ഈ കോസ് 2tയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, മൈനസ് സൈൻ 2t എന്ന് വരും അല്ലേ. നമുക്ക് ഈ ഒരു സാധനത്തിന് താഴെടുത്ത് എഴുതാം. അപ്പോൾ എന്താണ് നമ്മുടെ ആരായിരുന്നു, കോസ് ഈ സാധനമല്ലേ. അതായത് എന്ത് വരും, 1/2 ഇൻറ്റു എന്ത് വരും, കോസ് 2t ടു ദ പവർ മൈനസ് 1/2. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് കോസ് 2t എന്ന് എഴുതാം. ഇൻറ്റു പിന്നെ ഈ കോസ് 2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, മൈനസ് ആരാണ് 2 സൈൻ 2t എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ ഉള്ളൊരു മൈനസാണ് ഉണ്ടായിരുന്നത്, പിന്നെ ഈ മൈനസും കൂടിയിട്ടാണ് എന്ത് പ്ലസ് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനൊന്ന് വൃത്തിക്കെടുത്ത് എഴുതാം. എന്ത് വരും, മൈനസ് റൂട്ട് കോസ് 2t ഇൻറ്റു 3 കോസ് സ്ക്വയർ ടി മൈനസ് ഓഫ് കോസ് 2t ഇൻറ്റു 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി പ്ലസ് ആരാണ് ഇവിടെ എന്താണ് റൂട്ട് ഒരു കോസ് 2t ഉണ്ട് ഡിനോമിനേറ്ററിൽ, പിന്നെന്താ ഉള്ളത്, നമ്മുടെ കോസ് ക്യൂബ് ടി ഉണ്ട്, പിന്നെ ഒരു 2 സൈൻ 2t ഉണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ ആരും കൂടി ഉണ്ട്, നമ്മുടെ ആ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയറും കൂടി ഉണ്ട്. ഡിനോമിനേറ്റർ എന്തായിരുന്നു, റൂട്ട് കോസ് 2t ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, കോസ് 2t എന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഈ ഒരു ഡിനോമിനേറ്റർ എടുക്കുന്നുണ്ടല്ലോ, ഇതിന് ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ഈ കോസ് 2t റൂട്ട് കോസ് 2t കൂടി എന്താവും, കോസ് 2t എന്നാവും. നമുക്ക് എന്താണ് ഈ റൂട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതിനങ്ങോട്ട് എഴുതാം. ഇവിടെ എന്ത് വരും, കോസ് 2t എന്ന് വരും. നമ്മളിപ്പോൾ y ബൈ dt ആണ് ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കോമൺ ആയിട്ട് റൂട്ടായി മാറും, ഡിനോമിനേറ്റർ കോമൺ ആയി മാറും. അപ്പോൾ എന്താ റൂട്ട് കോസ് 2t വരും. അപ്പോൾ ഇവിടെ എന്താണ് കോസ് 2t ടു ദ പവർ 1/2 ഉണ്ട്, ഇവിടെ കോസ് 2t ടു ദ പവർ 1 ഉണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്നിച്ച് എഴുതാം. എന്തെന്ന്, കോസ് 2t ദ ഹോൾ ടു ദ പവർ 3/2 എന്ന് എഴുതാം. അതേപോലെ തന്നെ എന്താണ് ഈ സൈൻ 2t, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഒരു 2 വരില്ല, കാരണം എന്താണ് ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ടായിരുന്നു നമ്മുടെ ആ കോസ് 2t ടു ദ പവർ 1/2ൻ്റെ എന്താണ് 1/2 ഉണ്ടാവും. അപ്പോൾ എന്താണ് ആ 2 ക്യാൻസലായി പോവും. അപ്പോൾ എന്താവുക, കോസ് ക്യൂബ്
കോസ് ക്യൂബ് ടി ഇൻറ്റു 2 സൈൻ ടി കോസ് ടി എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി കിടക്കുന്നുണ്ട്, അതുപോലെ കോസ് 2t കിടക്കുന്നുണ്ട്, ഇവിടെ കോസ് ക്യൂബ് ടി ഉണ്ട്, അതേപോലെ തന്നെ ആർക്കുണ്ട് 2 സൈൻ ടി കോസ് ടി ഉണ്ട്. നമുക്കെന്താണ് ഈ സൈൻ ടി കോസ് ടി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതെന്താണ് കോസ് ടി ഇൻറ്റു സൈൻ ടി നമ്മൾ പുറത്തെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും -3 ഇൻറ്റു കോസ് 2t ഇൻറ്റു ആരാ വരിക, ഈ സൈൻ ടി പോയി, ഈ കോസ് സ്ക്വയറിലത്തെ ഒരു കോസ് ടി പോയി, അപ്പോൾ കോസ് ടി എന്ന് വരും. പ്ലസ് ഇനി ഇവിടെ ബാലൻസ് ആരാണുള്ളത്, കോസ് ക്യൂബ് ടി ഉണ്ട്, പിന്നെ 2 കോസ് ക്യൂബ് ടി ആണുള്ളത്, ഓൾ ഡിവൈഡഡ് ബൈ എന്താണ് കോസ് 2t ടു ദ പവർ 3/2 കിടക്കുന്നുണ്ട്. ദെൻ നമുക്കെന്താണ് കോസ് 2tനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം, 2 കോസ് സ്ക്വയർ ടി -1 എന്ന് എഴുതാം. എന്തെന്നാണ് 2 കോസ് സ്ക്വയർ ടി -1 എന്നെഴുതി. അപ്പം ഇനി എന്ത് വരും, ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഇവിടെ കോസ് ടി സൈൻ ടി ഇൻറ്റു അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഒരു -3 കോസ് ടി ഉണ്ട്, പിന്നെ അകത്ത് എന്താണ് 2 കോസ് സ്ക്വയർ ടി -1 കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്താ എഴുതാം, -6 ഇൻറ്റു എന്തെന്ന് എഴുതാം കോസ് ക്യൂബ് ടി മൈനസ് ഈ മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ എന്ത് വരും 3 കോസ് ടി എന്ന് വരും, പ്ലസ് എന്ത് വരും 2 കോസ് ക്യൂബ് ടി എന്ന് വരും, ഡിനോമിനേറ്ററിൽ എന്ത് വരും കോസ് 2t ടു ദ പവർ 3/2 എന്ന് വരും. അപ്പോൾ ഈ മൈനസ് കോസ് ക്യൂബ് ടി അതുപോലെ തന്നെ പ്ലസ് 2 കോസ് ക്യൂബ് ടി കൂടി എന്ത് വരും, ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ -4 കോസ് ക്യൂബ് ടി എന്നെഴുതാം. അപ്പോൾ ഇതെന്താണ്, ഇത് നമുക്ക് ഇങ്ങനെ നിർത്താം. ഇതെന്താണ് 3 കോസ് ടി -4 കോസ് ക്യൂബ് ടി ഹോൾ ഡിവൈഡ് ബൈ കോസ് 2t ടു ദ പവർ 3/2 ഇൻറ്റു ആരുണ്ട് കോസ് ടി ഇൻറ്റു സൈൻ ടി എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എന്ത് dy/dt എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് dx/dt ഒന്ന് കാണാം. അപ്പോൾ dx/dt എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് എന്താണ്, എക്സ് എന്ന് പറയുന്നത് സൈൻ ക്യൂബ് ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കോസ് 2t ആണ്. ഇതെന്താണ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ക്യൂബ് ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കോസ് 2t എന്നാണ്. അപ്പോൾ dx/dt എന്ന് പറയുമ്പോൾ എന്ത് വരും ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് 2t ഇൻറ്റു 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി മൈനസ് ആരാ വരിക സൈൻ ക്യൂബ് ടി ഇൻറ്റു 1/2 ഇൻറ്റു നമ്മുടെ കോസ് 2t എന്ന് വരും റൂട്ട് കോസ് 2t തന്നെ വരും, അതായത് ഡിനോമിനേറ്ററിൽ വരും. അതായത് എന്താണ് കോസ് 2t ടു ദ പവർ 1/2 എന്ന് പറയുമ്പോൾ എന്താണ് വരിക 1/2 ഇൻറ്റു കോസ് 2t ടു ദ പവർ -1/2 എന്ന് വരും. അതിനാണ് നമ്മൾ എന്തെന്ന് എഴുതിയിട്ടുള്ളത് 1/2 ഇൻറ്റു റൂട്ട് 1/2 ഇൻറ്റു 1/2 കോസ് റൂട്ട് കോസ് 2t. ദെൻ കോസ് 2tയുടെ ഡെറിവേറ്റീവ് ആരാണ് -2 ഇൻറ്റു സൈൻ 2t. അപ്പോൾ ഈ മൈനസും ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്കെന്താണ് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കോസ് 2tനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, ഇത് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് മാറും. അതുപോലെ ഇതെന്താണ് ഇത് കോസ് 2t ആയിട്ട് മാറും. ഹോൾ ഡിവൈഡഡ് ബൈ നമുക്കെന്ത് ഇവിടെ കോസ് കോമൺ ഡിനോമിനേറ്ററിലായിട്ട് കോസ് 2t ടു ദ പവർ 1/2 ഉണ്ട്. ഇവിടെ പിന്നെന്താണ് നമ്മുടെ കോഷ്യൻ്റ് റൂളിൽ വരുമ്പോൾ കോസ് 2tയുടെ റൂട്ട് കോസ് 2tയുടെ ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ അതും കോസ് ടി അതായത് കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2t ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം കോസ് 2t ടു ദ പവർ 3/2 എന്നെഴുതാം. എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താണ് വന്നിട്ടുള്ള സാധനങ്ങൾ ഇതാ ഇവിടെ
കോസ് 2t ഉണ്ട്, 3 സൈൻ സ്ക്വയർ ടി ഉണ്ട്, ദെൻ കോസ് 2t ഉണ്ട്, പ്ലസ് സൈൻ ക്യൂബ് ടി ഉണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ട്, 2 സൈൻ 2t ഉണ്ട്. അപ്പോൾ ഈ 2 സൈൻ 2tനെ നമുക്ക് നേരത്തെ പോലെ 2 സൈൻ 2t ഇല്ല, 2 ക്യാൻസലായി പോയതാണ്. അപ്പോൾ എന്താണ്, സൈൻ 2t ആണുള്ളത്, അതിനെ നമുക്ക് സൈൻ ടി കോസ് ടി എന്നെഴുതാം. ഓൾ ഡിവൈഡ് ബൈ കോസ് 2t ടു ദ പവർ 3/2 എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്, കോസ് ടി സൈൻ ടി പുറത്തെടുക്കാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, കോസ് ടി ഇൻറ്റു സൈൻ ടി പുറത്തെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും, നമ്മൾ ഇതിൽ നിന്ന് എന്താണ്, കോസ് ടി പുറത്തെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു സൈൻ ടിയും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് ആരാ വരിക, ത്രീ ഇൻറ്റു ആരുണ്ട് ഇവിടെ, സൈൻ ടി ഉണ്ട്, അതേപോലെ തന്നെ എന്താണുള്ളത്, കോസ് 2t ഉണ്ട്, പ്ലസ് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ എന്താണ് ഒരു സൈൻ ടിയും കോസ് ടിയും പുറത്തെടുത്ത് ഇവിടെ ഒരു 2 ഉണ്ടാവില്ലേ, ഒരു 2 സൈൻ ക്യൂബ് ടി ഉണ്ടാവും. അതായത് എന്താണ്, ഇവിടെ ആരായിരുന്നു, സൈൻ 2t അല്ലായിരുന്നു. അപ്പോൾ 2 സൈൻ ടി കോസ് ടി ആണ്, അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്തപ്പോൾ 2 സൈൻ ക്യൂബ് ടി ഉണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ ആരുണ്ട്, കോസ് 2t ടു ദ പവർ 3/2 എടുക്കുന്നുണ്ട്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കോസ് 2tക്ക് നമുക്ക് എന്താണ് ഇവിടെ ഇപ്പോൾ എന്ത് കൊടുക്കാം, കോസ് 2tക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ വരിക എന്ന് നമുക്ക് നോക്കാം. എന്താണ്, കോസ് ടി സൈൻ ടി പുറത്തെഴുതി വെക്കുക. അതുപോലെ തന്നെ 3 ഇൻറ്റു സൈൻ ടി ഇൻറ്റു 1 മൈനസ് 2 കോസ് അല്ല, ആരാണ്, സൈൻ സ്ക്വയർ ടി പ്ലസ് 2 സൈൻ ക്യൂബ് ടി ഉണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ കോസ് 2t ടു ദ പവർ 3/2 എന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്നാണ്, ഈ സാധനം ഉള്ളിൽ കിടക്കുക. അപ്പം 3 സൈൻ ടി മൈനസ് 6 എന്താണ് വരിക, സൈൻ ക്യൂബ് ടി പ്ലസ് 2 സൈൻ ക്യൂബ് ടി എന്ന് വരും. അപ്പോൾ ഈ 6 സൈൻ ക്യൂബ് ടി അതുപോലെ തന്നെ 2 സൈൻ ക്യൂബ് ടി ഇവിടെ എന്താവും, മൈനസ് 4 സൈൻ ക്യൂബ് ടി എന്ന് വരും. അപ്പോൾ 3 സൈൻ ടി മൈനസ് 4 സൈൻ ക്യൂബ് ടി എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ ആരുണ്ട്, കോസ് 2t ഹോൾ ടു ദ പവർ 3/2 ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് ആരുണ്ട്, സൈൻ ടി കോസ് ടി ഉണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് 3 സൈൻ ടി മൈനസ് സൈൻ ക്യൂബ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 3t എന്നെഴുതാം, ഇൻറ്റു സൈൻ ടി കോസ് ടി ഡിവൈഡ് ബൈ കോസ് 2t ദ ഹോൾ ടു ദ പവർ 3/2 എന്നെഴുതാം. ഇതാണ് നമ്മുടെ dx/dt എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ dy/dt, അതായത് ഇപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, dy/dt ഡിവൈഡ് ബൈ dx/dt എന്നെഴുതാം. സോ അതെന്താണ്, സൈൻ ടി ഇൻറ്റു കോസ് ടി, പിന്നെന്താണ് ഉണ്ടായിരുന്നത്, 3 കോസ് ടി മൈനസ് 4 കോസ് ക്യൂബ് ടി ആണ് ഉണ്ടായിരുന്നത്. ഓൾ ഡിവൈഡ് ബൈ ആരും കൂടി ഉണ്ടായിരുന്നു, കോസ് 2t ടു ദ പവർ 3/2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിൽ എടുക്കുന്ന സാധനമാണ്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അതേപോലെ തന്നെ ഈ സൈൻ ടി കോസ് ടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ഇനി എന്താണ്, ഇതാ 4 കോസ് ക്യൂബ് ടി മൈനസ് 3 കോസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് കോസ് 3t ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു മൈനസ് പുറത്തെടുത്തിട്ട് അത് അവിടെ എഴുതി കൊടുക്കാം. എന്താണ്, മൈനസ് ഓഫ് കോസ് 3t എന്ന് എഴുതാം. അപ്പോൾ എന്തായിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് മൈനസ് കോസ് 3t ഡിവൈഡ് ബൈ സൈൻ 3t എന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ കോസ് 3t ബൈ സൈൻ 3t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, കോട്ട് 3, അതായത് കോട്ട് 3t ആണ്, മൈനസ് ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ ഇതാണ് എന്ത്, അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, x = a കോസ്
ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2 ആൻഡ് വൈ ഈക്വൽ ടു എ സൈൻ ടി ആണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. y is equal to a into cos t plus log tan t by 2 ആണ്. പിന്നെന്താണ്, നമുക്ക് ആദ്യം dy by dt ഒന്ന് കാണാം. dy by dt is equal to എന്ത് വരും, a cos t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എ സൈൻ ടി എന്ന് വരും. പിന്നെ എ ഇൻറ്റു ലോഗ് ടാൻ ടി ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ആദ്യം എ അങ്ങനെ തന്നെ എഴുതുക. ലോഗ് ടാൻ ടി ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan t/2 എന്ന് വരും. പിന്നെ ടാൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, സീക്ക് സ്ക്വയർ t/2 എന്ന് വരും. പിന്നെ t/2ൻ്റെ ഡെറിവേറ്റീവ് ഒരു 1/2 എന്നും കൂടി വരും. ഇതിനെന്താ, ഇതിനെ അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ വരും, മൈനസ് എ സൈൻ ടി ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ a/2 ഉണ്ട്. അത് കഴിഞ്ഞ് ഈ 1/tan t/2നെ നമുക്ക് എങ്ങനെ എഴുതാം, കോട്ട് t/2 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ സീക്ക് സ്ക്വയർ t/2 ഉണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ്, ഇവിടെ എ ഉണ്ട്, ഇപ്പുറത്തും എ ഉണ്ട്. അപ്പോൾ എ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, മൈനസ് സൈൻ ടി ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ആരാണുള്ളത്, കോട്ട് ടി പ്ലസ് എന്താണ്, കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, കോസ് t/2 ഡിവൈഡ് ബൈ സൈൻ t/2 ആണ്. ഇപ്പോൾ ഇവിടെ ഒരു 1/2 ഉണ്ട്, നമ്മുടെ a/2ലത്തെ. പിന്നെ സീക്ക് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/2 കോസ് സ്ക്വയർ, അതായത് കോസ് സ്ക്വയർ d/2 എന്ന് എഴുതാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോട്ട് t/2 ഉണ്ട്, ഇവിടെ കോസ് സ്ക്വയർ t/2 ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്തായിട്ടുണ്ട്, 1/2 സൈൻ t/2 ഇൻറ്റു കോസ് t/2 ഉണ്ട്. അപ്പോൾ 2t/2 ഇൻറ്റു സൈൻ t/2 ഇൻറ്റു കോസ് t/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 1/sin t എന്ന് എഴുതാം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, സൈൻ ടി എടുക്കുന്നുണ്ട്, ഇവിടെ 1 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1/sin t എന്ന് വരും. ദാറ്റ് ഈസ് എന്താ എഴുതാം, 1 - sin സ്ക്വയർ ടീനെ നമുക്ക് കോസ് സ്ക്വയർ ടി എന്ന് എഴുതാം. എന്താണ്, അപ്പോൾ എ ഇൻറ്റു കോസ് സ്ക്വയർ ടി ഡിവൈഡ് ബൈ സൈൻ ടി എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ dx/dt. ഇനി നമ്മുടെ y എന്താണ്, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഇൻറ്റു കോസ് ടി ആണ് അല്ലേ, നോക്കാം. a സൈൻ ടി ആണ്, a സൈൻ ടി. അപ്പം എന്താ വരും, dy/dt ഈക്വൽ ടു a കോസ് ടി എന്ന് വരും. അവിടെ നമുക്ക് dy/dx ഈക്വൽ ടു dy/dt/dx/dt എന്ന് വരും. ഇസ് ഈക്വൽ ടു a ഇൻറ്റു ആരായിരുന്നു, a കോസ് ടി ഡിവൈഡ് ബൈ a കോസ് സ്ക്വയർ ടി ബൈ സൈൻ ടി എന്ന് വരും. ഈ സ്ക്വയറും ഈ കോസും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ഈ സൈനിനെ മേലേക്കെടുത്ത് എഴുതാം, ഈ എയും ക്യാൻസൽ ചെയ്ത് എഴുതാം. അപ്പോൾ എന്താ വരിക, സൈൻ ടി ബൈ കോസ് ടി എന്ന് വരും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ ടി എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്, 9ാമത്തെ ക്വസ്റ്റ്യൻ. x ഈക്വൽ ടു a സീക്ക് തീറ്റ, y ഈക്വൽ ടു b ടാൻ തീറ്റ. a സീക്ക് തീറ്റ, y ഈക്വൽ ടു a ടാൻ തീറ്റ. dx/d തീറ്റ എന്ത് വരും, a ഇൻറ്റു ടാൻ തീറ്റ സീക്ക് തീറ്റ എന്ന് വരും. ഇവിടെ dy/d തീറ്റ എന്ത് വരും, a ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി നമുക്ക് dy/dx ഈസ് ഈക്വൽ ടു dy/d തീറ്റ ഡിവൈഡ് ബൈ dx/d തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക, a ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ a ഇൻറ്റു ടാൻ തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ എന്ന് വരും. എയും ക്യാൻസൽ ചെയ്ത് കളയാം. സീക്ക് തീറ്റ ആൻഡ് സീക്ക് സ്ക്വയർ തീറ്റയിൽ നിന്ന് ഒരു സീക്ക് തീറ്റ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ ബാലൻസ് എന്താ വരിക, സീക്ക് തീറ്റ ഡിവൈഡ് ബൈ ടാൻ തീറ്റ എന്ന് വരും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos തീറ്റയാണ് ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ അതായത് ടാൻ തീറ്റനെ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. ഇതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആൻസറിൽ എന്ത് വരും? 1 ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ന് വരും. 1 സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സീക്ക് തീറ്റയാണ്. നമ്മുടെ ആൻസറിൽ ഒരു B/A കാണുന്നു. സോറി, നമുക്ക് എന്താണ് y ഉള്ളത്? B ആണ്. അതായത് B ടാൻ തീറ്റ എന്നാണ്, A അല്ല. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ y എന്തായിരുന്നു? B ഇൻറ്റു ടാൻ തീറ്റയാണ്. അപ്പോൾ B സീക്ക് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ dy/dx = dy ബൈ തീറ്റ ഡിവൈഡ് ബൈ dx ബൈ d തീറ്റ എന്ന് പറയുമ്പോൾ A ഇൻറ്റു ടാൻ തീറ്റ സീക്ക് തീറ്റ ഡിവൈഡ് ബൈ B ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ എന്താ വരിക? അങ്ങനെയല്ല വരിക. ആദ്യം ആരാ വരിക? B ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ എന്നാണ് വരിക ബൈ A ഇൻറ്റു സീക്ക് തീറ്റ ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ B/A അങ്ങനെ തന്നെ നിൽക്കും. നേരത്തെ പോലെ തന്നെ സീക്ക് സ്ക്വയറിൽ നിന്ന് ഒരെണ്ണം പോകും. അതുപോലെ തന്നെ അടിയിലെ സീക്ക് തീറ്റ മൊത്തമായിട്ട് ക്യാൻസലായി പോകും. ദെൻ സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാണ്? 1/cos തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് പോയാൽ 1/sin തീറ്റ എന്ന് വരും. അതെന്താണ്? കോസീക്ക് തീറ്റയാണ്. അപ്പോൾ B/A കോസീക്ക് തീറ്റ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് x = a cos തീറ്റ പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നാണ്. y = a സൈൻ തീറ്റ മൈനസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്നാണ്. അപ്പോൾ നമ്മുടെ y എന്താണ്? a സൈൻ തീറ്റ മൈനസ് a തീറ്റ സൈൻ തീറ്റ സൈൻ തീറ്റ എന്നല്ലേ? y എന്തുട്ടാ? കോസ് തീറ്റ. a തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് dy/d തീറ്റ = a സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ a കോസ് തീറ്റ എന്ന് വരും. പിന്നെ മൈനസ് a അങ്ങനെ തന്നെ എഴുതുക. തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ എന്ന് വരും. പ്ലസ് എന്ത് വരും? കോസ് തീറ്റ ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് ഈ സാധനം? അതായത് a കോസ് തീറ്റ മൈനസ് a തീറ്റ, പിന്നെ ഒരു മൈനസും കൂടി ആയിട്ടില്ല, അപ്പോൾ പ്ലസ് ആവും. a സൈൻ തീറ്റ മൈനസ് a കോസ് തീറ്റ എന്ന് വരും. ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ a കോസ് തീറ്റയും കൂടി ക്യാൻസലായി പോവും. അപ്പോൾ ഇപ്പം എന്തുണ്ട്? a തീറ്റ സൈൻ തീറ്റ എന്ന് മാത്രമായിട്ടുണ്ട്. അതായത് dy/d തീറ്റ = a തീറ്റ സൈൻ തീറ്റ എന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കെന്താണ്? ഇനി നമ്മുടെ x എന്ന് പറയുന്നത് x = എന്തെന്നാണ്? x എന്താ? a കോസ് തീറ്റ പ്ലസ് a തീറ്റ സൈൻ തീറ്റയാണ്. എന്താണ്? a കോസ് തീറ്റ പ്ലസ് a തീറ്റ സൈൻ തീറ്റ എന്നാണ്, അല്ലേ? അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? dx/d തീറ്റ = ഈ a കോസ് തീറ്റ എന്താവും? മൈനസ് a സൈൻ തീറ്റ ആവും. പ്ലസ് a ഇൻറ്റു തീറ്റ ഇൻറ്റു കോസ് തീറ്റ, പിന്നെന്താണ്? പ്ലസ് എന്ത് വരും? സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ മൈനസ് a സൈൻ തീറ്റ പ്ലസ് a തീറ്റ കോസ് തീറ്റ പ്ലസ് a സൈൻ തീറ്റ. അപ്പോൾ എന്താണ്? മൈനസ് a സൈൻ തീറ്റയും a സൈൻ തീറ്റയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് ഉള്ളത് ആരാണ്? a തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് dy/dx = എന്ത് നമുക്ക് എഴുതാം? dy/dx = dy/d തീറ്റ ഡിവൈഡ് ബൈ dx/d തീറ്റ എന്ന് എഴുതാം. എന്താണ്? a തീറ്റ സൈൻ തീറ്റ ഡിവൈഡ് ബൈ a തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. എയും ക്യാൻസൽ ചെയ്ത് കളയാം, തീറ്റയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്താ വരിക? സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് വരും. ഇനി എന്താണ് അടുത്തത്? 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് x = √a to the power sin inverse t and y = a to the power cos inverse t,
then show that dy by dx equal to minus y by x. അപ്പോൾ എന്താണ്, എക്സ് എന്ന് പറയുന്നത് ഒരു പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, വൈക്കും ഒരു പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ ഡെറിവേറ്റീവ് എന്താണ്, dy by dx ഇസ് ഈക്വൽ ടു y by x ആണെന്ന് നമുക്ക് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ കാണിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ് എന്താണ്, എക്സ് എന്താ, a sin inverse a to the power sin inverse t all to the power 1 by 2, then y is equal to a to the power cos inverse t the whole to the power 1 by 2 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ലോഗ് എടുക്കാം. ലോഗ് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് a to the power sin inverse t all raised to 1 by 2 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം, 1 by 2 ഇൻറ്റു a raised to log a raised to sin inverse t എന്ന് എഴുതാം. ഇതിനെ അഗെയിൻ നമുക്ക് എങ്ങനെ എഴുതാം, 1 by 2 ഇൻറ്റു sin inverse t log a എന്ന് എഴുതാം. ദെൻ നമുക്കെന്താണ്, dy by dx അല്ല dx by dt ഒന്ന് കാണാം. dx by dt കാണുമ്പോൾ 1 by x ഇൻറ്റു dx by dt ഇസ് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എന്തൊട്ടാണ്, 1 by 2 അത് സൈൻ ഇൻവേഴ്സ് ടി ലോഗ് എ എന്നാണ്. അപ്പോൾ നമുക്ക് 1 by 2 അങ്ങനെ തന്നെ എഴുതാം. ദെൻ ഇവിടെ എന്താണ്, നമുക്കിവിടെ ചെയിൻ റൂൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എയുടെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്, പ്ലസ് ഇത് ബ്രാക്കറ്റിലിടുക, പിന്നെ ലോഗ് എ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് 1 by √1 മൈനസ് ടി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ 1, ഈ സാധനം നമുക്ക് 0 അല്ലേ, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്താണ്, 1 by 2 log a 1 divided by √1 മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഈ എക്സിനെയും കൂടി ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എക്സ് ബൈ ടു ഇൻറ്റു log a ഡിവൈഡ് ബൈ 1 റൂട്ട് ടി സ്ക്വയർ എന്ന് എഴുതാം, √1 മൈനസ് ടി സ്ക്വയർ എന്ന് എഴുതാം. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെയും ലോഗ് എടുക്കാം. അപ്പോൾ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് a റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ദ ഹോൾ ടു ദ പവർ 1 by 2 എന്നെടുക്കാം. ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1 by 2 ഇൻറ്റു ലോഗ് a ടു ദ പവർ കോസ് ഇൻവേഴ്സ് ടി എന്നെഴുതാം. അഗെയിൻ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്ത് എഴുതാം, എന്നെങ്ങനെ കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു ലോഗ് എ എന്നെഴുതാം. ഇനി എന്താണ്, ഇനി നമുക്ക് dy by dt കാണാം. dy by dt കാണുമ്പോൾ എന്ത് വരും, നമുക്ക് 1 by y ഇൻറ്റു dy by dt ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ 1 by 2 അങ്ങനെ നിർത്തിയിട്ട് ഇതാണ് കോട്ട് ഇൻവേഴ്സ് ടി ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്, ലോഗ് എയുടെ ഡെറിവേറ്റീവ് 0 ആണ്, പ്ലസ് ലോഗ് എ ഇൻറ്റു മീൻസ് കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് -1 ഡിവൈഡ് ബൈ √1 മൈനസ് ടി സ്ക്വയർ ആണ്. അപ്പോൾ എന്താ വരിക, നമുക്ക് ഈ 0 ഉള്ള ടേം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 1 by 2 ഇൻറ്റു ലോഗ്, അതായത് -1, ഈ -1 നമുക്ക് പുറത്തെഴുതാം, ലോഗ് എ ബൈ √1 മൈനസ് ടി സ്ക്വയർ ആണ്. ദെൻ ഈ വൈനെ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. അപ്പോൾ നമ്മുടെ dy by dt ഈസ് ഈക്വൽ ടു -y ഡിവൈഡ് ബൈ 2 ഇൻറ്റു ലോഗ് എ ബൈ √1 മൈനസ് ടി സ്ക്വയർ ആണ്. നമുക്ക് എന്താ എഴുതാം, dy by dx ഈക്വൽ ടു dy by dt ഡിവൈഡ് ബൈ dx, dy by dx ഈസ് ഈക്വൽ ടു എന്താ എഴുതാം, dy by dt ഡിവൈഡഡ് ബൈ dx by dt എന്നെഴുതാം. ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, നമുക്ക് ഇതാണ് നമ്മുടെ dy എന്ന് പറയുന്നത്. dy എന്താണ്, -y ഡിവൈഡ് ബൈ 2 ഇൻറ്റു ലോഗ് എ ബൈ √1 മൈനസ് ടി സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ എക്സ് ബൈ 2 ഇൻറ്റു എന്താണ്, ലോഗ് എ ബൈ √1 മൈനസ് ടി സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യാം, ഈ ടൂവും നമുക്ക് ക്യാൻസൽ ചെയ്യാം, അതുപോലെ ലോഗയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, -y ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ഇതാണ് എന്ത്, dy by dx എന്ന് പറയുമ്പോൾ ഇത് കാണിക്കാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
അപ്പോൾ ഇതിനകത്ത് എത്രയോ 11 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.